വാപ്പാക്ക് എങ്ങനെയുണ്ട്? വേദണ്ട്. അയാൾക്ക് ആ തല്ലിന്റെ ഇടയൊന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയെന്നാ. കുഞ്ഞാപ്പക്ക, കല്യാണപ്പുരന്ന് ഈ കണ്ടുന്ന് പറയുന്ന കുട്ടി അതാണല്ലേ? അതങ്ങനൊന്നും അല്ലടി, ആൾക്കാര് ചുമ്മാ അതിന്റെ അമ്മയ്ക്ക് ഇവൻ ബ്ലഡ് കൊടുത്തതിന് താങ്ക്സ് പറയാൻ വന്നതാ, അല്ലാതെ. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനൊരു മണ്ടി. എന്റെ ഉപ്പാനെ മക്കറാക്കാൻ ഈ കാട്ടിക്കൂടിനൊക്കെ കണ്ടിട്ട് അനക്കിനോട് സ്നേഹാന്ന് വിചാരിച്ചു. ശരിയാ, എന്റെ ഉപ്പ അന്നെ എന്റെ കുടുംബക്കാരെയും ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പകരം ചോദിക്കാൻ ഈ കണ്ട വഴി. ഞാൻ എന്നോട് എന്ത് ദ്രോഹ ചെയ്തേ? ഇനിയെങ്കിലും ആരോടെങ്കിലും കണക്ക് തീർക്കുമ്പോ അതിങ്ങനെ സ്നേഹം കാണിച്ചാവരുത്. സാജറ, നീ വിചാരിക്കുന്ന പോലെ ഞാൻ മനഃപൂർവ്വം അങ്ങനെ. ഞാൻ പോണു. എന്റെ പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൊഞ്ചുള്ള കുട്ടി. ഇതൊരു യാദൃച്ഛ്യ സംഭവമല്ല. ഗോമതിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. അത് വളരെ റെയറാ. നിസ്സാരമെന്ന പോലെ അത് നൽകാനൊരാൾ വരിക എന്ന് പറഞ്ഞാൽ അവൻ പ്രിപ്പയർഡ് ആയിരുന്നു. ഗോമതിയുടെ ഓപ്പറേഷൻ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു. പിന്നെ ആ പയ്യന്റെ വീട് എവിടെയാണ്, ആരൊക്കെ ഉണ്ട്? അത് ഞാൻ അന്വേഷിക്കാം. ഒരു 11 മണിയായി കാണും. ഞമ്മള് പോയാലും മുണ്ടും തിരുമ്പി വെക്കുമ്പോ കുട്ടി വന്ന് പറഞ്ഞു, മൂത്തമ്മ ഉപ്പ വന്നിക്കണെന്ന്. ഞമ്മള് വിചാരിച്ച് ഈ കുട്ടി ഇപ്പൊ എന്താണ് പറയണെന്ന്. വന്ന് നോക്കുമ്പോ സലീം ഉമ്മർത്തിരിക്കണ്. അനക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ ഈ കുടിയിലുള്ളവര് മുഴുവനും നെഞ്ഞുരുകി പടച്ചോനെ വിളിക്കായിരുന്നു. അനക്കറിയോ, കുഞ്ഞാപ്പ് മനസ്സറിഞ്ഞ് 2 ബറ്റിറക്കണ തീർന്ന. ഇത്താത്താനെ കൂട്ടിക്കൊണ്ടുപോ അളിയാൻ വന്നില്ലേ? നിങ്ങളെന്താ എനിക്ക് അറിയുന്നത്? സൂറ, ഇത്തിരി മീൻ കൂട്ടാൻ കൊണ്ട് എടുത്തോളി, ചാറ് മതി. അന്നെ പറ ഇങ്ങോട്ട് വിളിച്ചത്, പോരുന്ന് പഠിക്കടി. സുഹൃത്താ, നിങ്ങളെ കറിയൊന്ന് വാങ്ങിച്ച് വിളമ്പിക്കേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നാ കുഞ്ഞാപ്പൊരു ഇച്ചിരി മീൻകറി കൂട്ടുന്നത്? എന്താ തങ്ങളെ കാട്ടുന്നത്? കരഞ്ഞോണ്ടാണോ വിളമ്പുന്നത്? മനുഷ്യന്മാർ ഓരോ പിരാന്തേ, അല്ല എന്താ പറയാ. കെട്ടിച്ചു വിട്ട പെങ്ങന്മാര് കുടി വന്നിന്നാ ബേജാറാ. ഇനി ഭർത്താക്കന്മാരോടെ പോന്നു പറഞ്ഞാലോ അപ്പോഴും ബേജാറാ. അല്ല, ഓർക്കും അങ്ങനെ തന്നെയാണേ. കാര്യോള് സീനത്ത് വന്നു നിന്ന കച്ചറയാണെങ്കിലും പോകാൻ നേരം ഓളും കരഞ്ഞോണ്ടേ പോത്തുള്ളൂ. അളിയന്റെ പെരേന്റെ പണി എന്തായി? തേപ്പ് ബാക്കിയുണ്ട്. കുടിയിരിപ്പ് വിളിക്കാൻ ഞാൻ വരണുണ്ട്. അടുത്ത ആഴ്ച ഒരു കുറിക്കല്യാണം വെച്ചിട്ടുണ്ട്. അതിന്ന് അളിയന്റെ കുടിയിരിപ്പിന് ഞാൻ കുറച്ച് കാശ് കണ്ടുവച്ചിട്ടുണ്ട്. തിരക്കൂട്ടണ്ട, മെല്ലെ മതി. സുന്ദരിമാരായല്ലോ. ഞങ്ങള് പോവാ മാമ. മാമനും വരോ? മാം വരുന്നുണ്ട് നിങ്ങളുടെ കുടിക്ക്. ഇപ്പോഴല്ല, വലിയ പെരുന്നാളിന്. എന്നിട്ട് നമുക്ക് വീഗാലാൻഡിൽ പോയിട്ടൊന്ന് അടിച്ച് പൊളിക്കണം. കുട്ടികളെ വിടറാ, ഓക്ക് ബസ്സിന് നേരായി. അപ്പൊ ശരിയല്ലേ? ഇനി യാത്ര പറച്ചിലും കരച്ചിലൊന്നും വേണ്ട. വെക്ക സ്ഥലമിടാൻ നോക്ക്. ലൈൻ വണ്ടി ഇങ്ങോട്ടൊന്നും നേരത്തിന് കാത്തു വെക്കത്തില്ല. നിങ്ങളെന്താ കരയുന്നത്? ഓള് മാപ്പിളനോട് പോയതിനോ? ആര് ആര് കരഞ്ഞെന്നാ? നിങ്ങക്ക് പിരാന്താ? ഹലോ കുഞ്ഞാപ്പു, ഞാൻ ഫാത്തിമയാ. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. 2 മണിക്ക് നീ ഇക്കാക്കയുടെ ബുക്ക് സ്റ്റോളിൽ വന്നാ മതി. അത്യാവശ്യമുണ്ട്, വരാതിരിക്കരുത്.